ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദാ ഇന്ന് നമുക്കൊരു ചെറിയൊരു വീഡിയോയിലേക്ക് പോവാം. ഞങ്ങളൊന്ന് കല്ലറ വരെ പോവാണ്. പോയിട്ട് വരട്ടാ. ടാറ്റാ. അവിടെ ഇരിക്കണേ, അവിടെ അപ്പിയിട്ട് വയ്ക്കല്ലേ കേട്ടാ. അപ്പോൾ വരാമേ. ഓക്കെ, അവിടെ കിടന്നോ, വിഷമം പോലെ ലീവയ്ക്ക്. ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്ന് ഞായറാഴ്ചയായിട്ട് നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? കണക്റ്റായി കിടക്കണടാ, ഒരു പച്ച സംഭവം കാണിച്ചു. ഞാൻ വെയിൽ കണ്ട ആ സൈഡ് കൂടെ നീങ്ങിയില്ലേ, ഈ സൈഡ് നടുക്കോട്ട് നടുക്കോട്ട്. അപ്പൊ നമ്മുടെ സ്വന്തം ശില്പക്കുഞ്ഞ് കാല് മടങ്ങി പ്ലാസ്റ്റർ ഇട്ട് കിടന്നിട്ട് ഒരു മാസമായി. അപ്പൊ നമ്മളിതൊന്നും പോയില്ല. അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി, അപ്പൊ ഞാനും ദേഷ്യപ്പെട്ട് വെയിൽ അടിക്കൊണ്ട് ബാക്കിൽ ദേഷ്യപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമ്മൾ കല്ലമ്പലം വരെയൊക്കെ എത്തി. രാവിലെ ഒരു 8:30-9 മണിയായപ്പോൾ ഇറങ്ങി കേട്ടോ. എന്നിട്ട് നമ്മൾ സുപ്രഭാതത്തിൽ കയറി ഒരു മസാല ദോശ കഴിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അത് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതിനനുസരിച്ച് ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചപ്പോൾ ആളും ഒക്കെ ആയി. അങ്ങനെ നമ്മൾ വീട്ടിൽ പോയി അമ്മയെ എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അതാ നമ്മളവിടെ കല്ലറ എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ശില്പക്കുഞ്ഞിയുടെ വീട്. അപ്പം ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടൻ പോയതുകൊണ്ട് വണ്ടി വഴിയൊക്കെ ഗേറ്റൊക്കെ തുറന്നിട്ട്, അപ്പോൾ ഞങ്ങൾ വരുന്നതിന് വേണ്ടി ഗേറ്റൊക്കെ തുറന്നിട്ടേക്കുന്നു. അപ്പം അല്ല, അങ്ങനെ ധ്യാനൂസ് നമ്മളെല്ലാവരും ഒന്ന് കവർ ചെയ്തൊരു വീഡിയോ എടുത്താണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെല്ലാവരും അവിടെ ഇങ്ങനെ സംസാരിച്ചും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവിടെ കാല് ജസ്റ്റ് ഒന്ന് മടങ്ങിയതേ ഉള്ളൂ. അപ്പം പ്ലാസ്റ്റർ ഇട്ടേക്കുന്നു. അപ്പോൾ ശില്പക്കുഞ്ഞായിട്ടില്ലേ, ഡാൻസും കളിച്ച് പാട്ടും പാടി നടന്ന കൊച്ചാണ് അതായിരിക്കുന്നു കട്ടപ്പുറത്ത്. ഒരു മാസമായി. അപ്പം അതിന് ചെറിയ എന്നെ എടുക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ്. അല്ല, അവൻ ഫോണിൽ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പം ധ്യാനു വിളിച്ച് ഹായ് പറയിപ്പിച്ചതാണ്. അപ്പോൾ അതാ നമ്മൾ ഉച്ചയ്ക്ക് ജസ്റ്റ് ഉച്ചയ്ക്ക് കഴിച്ചിട്ടൊക്കെ ഇറങ്ങാന്നുള്ള രീതിയിൽ പോയി. അപ്പോൾ ധ്യാനൂസ് വലിയിലൊക്കെ ഇറങ്ങി എന്തൊക്കെ ചെടികളുടെ ഇടയിലൊക്കെ എന്തൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണ് വീഡിയോസ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പൊക്കഞ്ഞിരിക്കണം. കല്ലറയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഉണ്ടാക്കാൻ പോവാണ് ഗേസ്. അപ്പോൾ കരിക്ക് വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ പുതിയ പിച്ചാത്തിയാണ്. ആ, കരിക്ക് കുടിക്കാൻ തയ്യാറായി ആള് മുമ്പേ ഇരിപ്പോട്ട്. ലിയോ ഇനി ഞാൻ അതിന്ന് ഒരു പങ്ക് പറ്റിയല്ലാതെ അനങ്ങൂല. ഇനി ഞാൻ അപ്പുറത്തുനിന്ന് എടുക്കാം, എന്നാലും അതിൻ്റെ എക്സ്പ്രഷൻ കാണാൻ പറ്റും. എന്തോ കളിപ്പിക്കുന്നതല്ല ഗൈസ്. അവൻ ചാടി പിടിക്കാതിരിക്കുമ്പോഴേ കൊടുക്കണുണ്ട. കൊള്ളാമോ? ഇവ എല്ലാം തിന്നും. കാട്ടു നെല്ലിക്ക തിന്നും, ഏത്തപ്പഴം തിന്നും. നീ വേണോ? നമ്മളിത് ഇത് വെച്ചിട്ട് കരിക്ക് ഷേക്ക് അടിക്കാൻ പോകും. ചാടി പിടിക്കണേ. നിന്റെ പുതിയ കത്തി കാണിച്ചോളൂ ഗൈസ്. കണ്ടോ? ഇത് വെച്ചിട്ട് എനിക്ക് പല ഉപയോഗങ്ങളുണ്ട് ഇവിടെ. ഇത് വെച്ചിട്ട് എനിക്ക് പല ഉപയോഗങ്ങളുണ്ട്. വേണ്ടെന്ന് ധ്യാനം ചുണ്ണി പറയുമ്പോൾ ധ്യാനം ചുണ്ണി പൊത്തി പിടിക്കണം. കരിക്ക് അവിടെ ആക്കി റെഡിയാക്കി. പക്ഷെ ഇത്ര ഇങ്ങനെ ആയാൽ പറ്റത്തില്ല. ഞാൻ കട്ട് ചെയ്ത് പീസാക്കി ഇടാൻ പോവാണ്. അപ്പോൾ നമ്മുടെ കരിക്ക് തന്നെ ഞാൻ പീസാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് നമുക്ക് കുറച്ച് പഞ്ചസാരയും കരിക്കിൻ്റെ വെള്ളവും കൂടി ചേർത്ത് അടിക്കാം. പഞ്ചസാര ഇടുകയാണ്. കുറച്ചിടാം, കുറച്ച് മധുരം കാണുമല്ലോ നമുക്ക്. കുറച്ചിടാം. നമ്മുടെ കരിക്കിൻ്റെ വെള്ളമാണ് കേട്ടോ. ഒരു കരിക്കിൻ്റെ വെള്ളം അച്ഛന് മുന്നിൽ കുടിച്ചത്. എനിക്കൊന്ന് വെച്ച കരിക്കാണ്. അതിൻ്റെ വെള്ളം കുറച്ച് നമുക്ക് ഒഴിക്കാം. ഞാൻ പഞ്ചസാര ഇടാറില്ല കേട്ടോ. ഞാൻ ഷുഗർ ഫ്രീ ആണ് ഇടുന്നത്. ഷുഗർ ഫ്രീ ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതെനിക്ക് തീർന്നിരിക്കുകയാണ്. കണ്ടോ, ഇത് നമ്മുടെ ഷുഗർ ഫ്രീ ആണ്. നമ്മുടെ എന്താണ് സ്റ്റീവിയ എന്ന് പറഞ്ഞ ഇലയുടെ നല്ല മധുരമാണ്. പക്ഷേ നമുക്ക് ഷേക്ക് കഴിക്കാനായിട്ട് ഇതെടുക്കുന്നത് നല്ല. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ ആയാലേ, നമ്മൾ പഞ്ചസാര ഹെൽത്തി അല്ലല്ലോ. അപ്പം ഞാൻ അതാണ് എടുക്കാറ്. അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ പഞ്ചസാര എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അടിച്ചെടുക്കാം. അപ്പം ഞങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് നല്ല രീതിയിൽ പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാമേ. കണ്ടോ, നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞുണ്ട്. കുറച്ചുകൂടെ കട്ടയുണ്ട്. നമുക്ക് പാലിന് ഒഴിച്ച് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. ഇനി ഞാൻ കുറച്ച് നമ്മുടെ എന്താ പറയുക, ഏലക്കയും പഞ്ചസാര അല്ലെങ്കിൽ സ്റ്റീവിയുടെ പൊടിയിൽ ചേർത്ത് ഞാൻ ആക്കി വെച്ചിരുന്നത്. കുറച്ച് ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ, ചെറിയൊരു മണത്തിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് കുറച്ച് പാൽ കൂടെ ഒഴിക്കാം. നമുക്ക് നല്ല രീതിയിൽ ഒന്നുകൂടെ അടിച്ചെടുക്കാം. നല്ല കട്ടിയായതുകൊണ്ട് നല്ല അരയുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ അടിച്ചെടുക്കട്ടെ. നമുക്ക് ഒഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മുടെ ഷേക്ക് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല ഇതായിട്ടുണ്ട്. നമുക്ക് ഈ കപ്പിലേക്ക് ഒഴിക്കാം.
ഇനിയിപ്പോൾ ഒരു 2 കരിക്കെടുത്ത് 3 ഗ്ലാസ്സിൽ കൂടുതൽ വരുന്നുണ്ട് കേട്ടോ. ചെറിയ പീസുള്ളൂ കേട്ടോ, ചെറിയ പീസുകൊണ്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ധ്യാനൂസിൻ്റെ അമൂലിൻ്റെ ഇതൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഷേക്കൊക്കെ അടിക്കുമ്പം കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടേ. സൂപ്പർ കേട്ടോ. പക്ഷെ നല്ല തണുപ്പ് വേണം. എനിക്കൊരു കട്ടപ്പാലിലൊക്കെ അടിക്കുന്നത് നല്ലത്. ഇപ്പോൾ നമ്മൾ കട്ടപ്പാലിൽ നല്ല അടിച്ചേക്കുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റ് കേട്ടോ. തണുപ്പില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമേ ഉള്ളൂ. ഇത് നമുക്ക് നല്ല തണുപ്പിച്ച് കുടിക്കാം. പക്ഷെ നല്ല ടേസ്റ്റ് കേട്ടോ, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ കൊല്ലത്ത് നിന്നാണ് ഞങ്ങൾ മെയിനായിട്ട് കരിക്ക് ഷേക്ക് കുടിക്കുന്നത് കേട്ടോ. അവിടെ ഒരു കടയുണ്ട്, പള്ളിമുക്ക്, അവിടെ നിന്നാണ് കുടിക്കുന്നത്. പക്ഷെ നല്ല സാധനം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. കരിക്ക് ഫസ്റ്റ് ടൈമാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. ഞാനപ്പോൾ ഇത് നല്ല തണുപ്പിച്ചിട്ട് കുടിക്കാം. ജാനൂസിന് കൊടുക്കാം കേട്ടോ. ജാനൂസിൻ്റെ കരിക്ക് ഷേക്ക്. ഞാൻ കരിക്ക് ഷേക്ക് ചരിക്കരുത്, അത് ചരിയുന്നു. കൊള്ളാമോ കരിക്ക് ഷേക്ക്? തണുപ്പില്ലാത്ത പ്രശ്നമുള്ളൂ അല്ലേ? ടേസ്റ്റ് ഉണ്ടല്ലോ അല്ലേ? ഞാൻ മുഖം കണ്ടാ പറയില്ലല്ലോ ടേസ്റ്റ് ഉണ്ടോന്ന്. തണുപ്പ് നിനക്ക് തണുപ്പ് കുടിച്ചൂടാ, ചുമയാണ്. അത് കുടിച്ചാൽ മതി. അത് കുടിച്ചാൽ മതി അങ്ങോട്ട്. വേണ്ട വേണ്ട. അപ്പോൾ ഞാനൊരു ഷേക്ക് തണുക്കാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ ചായ ഇട്ട് കേട്ടോ. ചായ ഇട്ട് അത് കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പോൾ ടി വി എന്തൊക്കെയാ പുതിയ ബൈക്കൊന്നും കൊണ്ടൊക്കെ രണ്ടുകൂടെ കണ്ടോണ്ടിരിക്കുകയാണ്. നമ്മൾ ചായ കുടി കഴിഞ്ഞിട്ട് ഞാൻ തൂക്കാൻ പോവാണ് കേട്ടോ. എന്താടാ എന്താ വേണം? മാറ്, നമുക്ക് തൂക്കാൻ പോകാം. വെളിയിലിപ്പോൾ അങ്ങോട്ട് പോകും. അപ്പോൾ ലിയോയും ഞാനും കൂടെ ഇവിടെ കാണാൻ വയ്യ. ലിയോയും ഞാനും കൂടെ തൂക്കാൻ പോവുകയാണ്. അമ്പലത്തിൽ പാട്ടിട്ടുണ്ട്. മറ്റേ വൃശ്ചികകളൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് അടുത്തൊരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പാട്ട് തോന്നെ ചവറുണ്ട് ഗൈസ്. നമ്മൾ മറ്റേ രാലൂക്കാവ് എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട് ഞങ്ങളുടെ വീട്ടിനവിടെ. അവിടെ പോകണമെന്നൊക്കെ വിചാരിച്ചാൽ അപ്പം ഇൻഷാല് വേറെ ജോലി ഇന്ന് ഞായറാഴ്ച ആരും ഓഫായിട്ട് ആ ജോലി ഏറ്റെടുത്ത് അതുകൊണ്ട് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പം എൻ്റെ ബാക്കി ഗ്യാങ്ങുകളൊക്കെ ഇന്ന് പോയി കാണും. അവിടെ നിന്ന് അതൊക്കെ ഞാൻ പറഞ്ഞാൽ വരുന്നില്ല, നിങ്ങൾ പോയിട്ട് വാന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച കാർത്തികയില്ലേ, അപ്പം അന്ന് എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ചവറുകളൊക്കെ തൂക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ തൂത്തിട്ട് വരാം. ഈ ഒരു മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംബ്ലിയസ് എന്നൊക്കെ പറയുമല്ലോ, ബംബ്ലി മാസം. പക്ഷേ അതുകൊണ്ട് ഒരു ഉപയോഗമില്ല. എൻ്റെ സാധനം അത്ര കഴിക്കാൻ കൊള്ളത്തില്ല. ഇവിടുത്തെ കേട്ടോണ്ട് എൻ്റെ ലിയോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ലിയോ തൂക്കാൻ പോവാം, നമുക്ക് തൂക്കാൻ പോവാം. ഇതെവിടെ എടുത്തതെന്ന് വീട്ടിൽ തിന്നാൻ കിട്ടുന്ന പോരെ ചോദിച്ചപ്പോ ഒന്നല്ല പറയാനാണ് നീ. ഇതൊന്നല്ല, 2 എണ്ണം ഒറ്റതില്. ഞാനത് തൂത്തോണ്ടിരിക്കുന്ന സമയം കൊണ്ട് അവൻ പോയി ഞങ്ങളെടുത്ത കരിക്ക് ഷേക്കിനെടുത്ത കരിക്കിൻ്റെ തൊണ്ട് കടിച്ചെടുത്തോണ്ട് വന്ന് അതങ്ങ് കൊണ്ട് നടക്കുകയാണ്. അവൻ എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണം. ഞാൻ അവിടെ കളിക്കാൻ നടക്കുന്നതാണ് കണ്ട അതിനകത്ത്. അതുകൊണ്ട് എൻ്റെ പിറകെ ചുറ്റി നടക്കുകയാണ്. ഞാൻ വഴക്കോറുണ്ട് കൊണ്ട് കളയടാ എന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ എന്നെ ചുറ്റി എന്നെ എടുത്ത് ഇങ്ങനെ കൊണ്ട് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ് കളിക്കാൻ വേണ്ടി, എടുത്ത് എറിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എന്തായാലും ഇത്രയും വെയിറ്റുള്ള പോയി എടുത്തിട്ട് വേണം ഇപ്പോൾ ആദ്യമായിട്ട് എന്നാ കേട്ടോ. തേങ്ങയൊക്കെ എടുത്തോണ്ട് വരും, ഞങ്ങൾ തേങ്ങയൊക്കെ എടുത്തിട്ട് കൊടുത്താൽ പോയി എടുത്തിട്ട് വരും. പക്ഷേ ഇത് അപ്പോൾ ഗൈസ് തൂപ്പൊക്കെ കഴിഞ്ഞ് വന്നു. ഞാൻ എൻ്റെ ചെടികൾ മൊത്തവും ഭയങ്കര വെയിലാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ മറ്റേ ക്രിസ്മസ് ട്രീ പോലത്തെ സാധനം വെച്ചത്. ഇതിപ്പോൾ ഞാൻ തെറ്റിയാണ് വെച്ചേക്കുന്നത്, അതുപോലത്തെ ഒരു തെറ്റിയാണ്. പക്ഷേ തെറ്റിക്ക് അത്യാവശ്യം വെയിൽ വേണമല്ലോ. അപ്പോൾ ഇവിടെ നല്ല വെയിലാണ്. അങ്ങനെ ഞാൻ അവിടെ വെച്ചിട്ട് ഇതിനൊക്കെ നല്ല വെയിൽ കൊണ്ട് കരിഞ്ഞു പോയി കേട്ടോ അത്രയും. അങ്ങനെ ഞാൻ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവച്ചു ഇതിൻ്റെ ഒരു പീസുള്ള അവിടെ ആക്കി. എൻ്റെ ക്രിസ്മസ് ട്രീ മൊത്തം പോയി. നല്ല ക്രിസ്മസ് ട്രീ വാങ്ങിക്കണം എനിക്ക്. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ പോയി അവൻ നിൽക്കാൻ അവൻ്റെ സ്ഥലം അവിടെയാണ്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് മാറ്റി തള്ളത്തിന് സെറ്റാക്കിയിട്ട് വിചാരിച്ചു. ഇവിടെ ഞാൻ കൂടുതൽ ചെടി വാങ്ങിച്ച് പൈസ കളയില്ല, കാരണം ഭയങ്കര വെയിലാണ് ഇവിടെ. അത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അമ്പലത്തിലെ പാട്ടേ കൊണ്ട് എത്രത്തോളം സൗണ്ട് കേൾക്കും ക്ലിയർ ആണെന്ന് അറിയത്തില്ല. ഓക്കെ, ബൈ.